ഹായ് ഹലോ നമസ്കാരം. അപ്പം എല്ലാവർക്കും AJ സിംപ്ലി ടോക്സിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ അശ്വതി. എൻ്റെ പേര് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റിൽ ചേച്ചി ചേച്ചി എന്നാണ് ചോദിക്കുന്നത്. അപ്പം എൻ്റെ പേര് അശ്വതി എന്നാണ് കേട്ടോ. അപ്പം ജസ്റ്റ് ഇവിടെ പറഞ്ഞെന്നുള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മേക്കപ്പ് ലുക്കാണ്. അപ്പം ഒരു സാരി വെച്ചിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ്. അപ്പം നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് സാരിയിൽ എങ്ങനെ സുന്ദരിയാവാൻ നോക്കാം. അപ്പം നമുക്ക് ആദ്യം വീഡിയോയിലോട്ട് പോകാം. അപ്പം നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ആദ്യം ഞാൻ എൻ്റെ ഹെയർ ഒക്കെ ഒന്ന് നന്നായിട്ട് ഒതുക്കി പിടിച്ച് കെട്ടുന്നുണ്ടേ. ഓക്കെ, അപ്പം ഹെയർ കെട്ടി വെച്ചിട്ടുണ്ട്. ഫേസ് ഞാൻ ഓൾറെഡി വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അതേപോലെ തന്നെ മോയ്സ്ചറൈസറൊക്കെ നേരത്തെ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പം ഞാൻ ഒരു സിമ്പിൾ മേക്കപ്പ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം ഒരു കൺസീലർ എടുത്തിട്ടുണ്ട്. കൺസീലർ വെച്ചിട്ട് ജസ്റ്റ് നമുക്ക് എവിടെയാണോ ഒരു ഡാർക്ക്നെസ് തോന്നുന്നത് ആ ഭാഗത്ത്, എൻ്റെ ഈ ഭാഗത്തൊക്കെ വേറൊരു കളർ പോലെ തോന്നാറുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ ഈ ഒരു ഭാഗത്ത് ചെറുതായിട്ട് ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൂക്കിൻ്റെ ഈ ഒരു ഭാഗത്തും പിന്നെ നെറ്റിൻ്റെ ഈ ഒരു ഭാഗത്തുമാണ് എനിക്ക് മെയിനായിട്ട് കുറച്ചൊരു ഡാർക്ക്നെസ് പോലെ തോന്നുന്നത്. പിന്നെ കുറച്ച് ഞാൻ കഴുത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ ഒരു ബ്ലെൻഡർ വെച്ചിട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൈ വെച്ചിട്ടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇത് ഉള്ളതുകൊണ്ട് ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ എന്ന് തോന്നുന്നത് ആ ഒരു രീതിക്ക് ചെയ്താൽ മതി. അപ്പം ഞാനിത് ഫുള്ളായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇതേ ഞാൻ ഫേസിലുള്ള നന്നായിട്ട് കൺസീലർ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ഐലൈനർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഐലൈനർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാൻ മുകളിൽ മാത്രമേ ഇടണുള്ളൂ, താഴത്ത് അപ്ലൈ ചെയ്യുന്നില്ല കേട്ടോ. അപ്പം ഇനി ഒരു മസ്കാര എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുക്കുന്നുണ്ട്. എനിക്ക് എന്താണെന്നറിയില്ല, മസ്കാര ഇതൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഒട്ടുമിക്ക എല്ലാവർക്കും ഒരു ഫേസിൽ എന്താ പറയുക, ഒരു പ്രത്യേക തരം ഭാവമൊക്കെ വരും കേട്ടോ. എനിക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാവർക്കും വരും തോന്നുന്നുണ്ട്. താഴത്തും ഒന്ന് ഇതാക്കി കൊടുക്കണ്ടേ, ലൈറ്റായിട്ട് ചെയ്യണുള്ളൂ. ഓക്കെ, അപ്പം ഇതേ ഞാൻ എന്താ പറയുക മസ്കാര അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മസ്കാര അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി എനിക്കൊന്ന് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പം കൈ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ഇതാക്കണേ ഉള്ളൂ. വലിയ ഓവർ മേക്കപ്പ് ഇല്ലാത്ത രീതിക്കാണ് ചെയ്യണത്. ഇനി നമുക്ക് എന്താ പണിയെന്ന് പറഞ്ഞാൽ ഞാനൊന്ന് ഇത് മാറ്റുന്നുണ്ടേ. ഇയറിങ്സ് ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. അത് സ്റ്റഡാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. കുറച്ച് ഇത് ഞാനിപ്പോൾ അടുത്ത് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. 150 ആണ്. നമ്മൾ ഫാൻസിയിൽ നിന്ന് വാങ്ങിയ 150 രൂപ ഉണ്ട്. എനിക്ക് തോന്നുന്നു പെട്ടെന്ന് തന്നെ കളറ് പോവാത്ത ടൈപ്പാണ് തോന്നുന്നത്. അപ്പം 150 എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടി കേട്ടോ. ഇങ്ങനത്തെ സ്റ്റോണിൻ്റെ ആയതുകൊണ്ടായിരിക്കാം. ഞാൻ പൊതുവെ വലിയ കമ്മലൊന്നും ഇടല്ല കേട്ടോ. അപ്പോൾ ഞാനൊരു വലിയ കമ്മലൊക്കെ ഇടുമ്പോൾ പെട്ടെന്ന് എൻ്റെ ഫേസിൽ ആ ഡിഫറൻസ് മനസ്സിലാവുമെന്ന് എല്ലാവരും പറയാറുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഇയറിങ്സ്. ഒരു ഡിഫറെൻ്റ് ഒരു ബട്ടർഫ്ലൈ പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇതേ ഇയറിങ്സ് ഇട്ടിട്ടുണ്ട്. ഇനി ഒരു പൊട്ടും കൂടെ തൊട്ട് കൊടുക്കാം. പൊട്ട് ആസ് യൂഷ്വൽ എൻ്റെ എല്ലാ വീഡിയോയിലും നിങ്ങൾ കാണാറുണ്ടാവും. പൊട്ട് ഞാൻ ഐലൈനർ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ എഴുതാറുള്ളത്. ഐലൈനർ വെച്ചിട്ട് തന്നെ എനിക്ക് ഇഷ്ടമുള്ളൂ.
കുഞ്ഞി പൊട്ട്, അതാണ് എൻ്റെ ഫേവറേറ്റ്. കുഞ്ഞൊരു ഡോട്ട് ഇട്ട് കൊടുത്തിട്ടേ ഉള്ളൂ, ഇത്രേ ചെയ്തിട്ടുള്ളൂ. ചെറിയൊരു ഡോട്ടാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹെയർ പോണിറ്റെയിലായിട്ടാണ് കിട്ടുന്നത് കേട്ടോ. അയ്യോ, ഒരു കാര്യം മറന്നുപോയി. അപ്പം ഇതൊക്കെ സെറ്റാക്കി ഇനി ഞാൻ ലാസ്റ്റാണ് കേട്ടോ കോമ്പാക്റ്റ് ഇടുന്നത്. ഓവറാക്കിയിട്ട് ഇടുന്നില്ല, ജസ്റ്റ് ആ ഓയിൽ പോലെ ഉണ്ട് എൻ്റെ ഫേസിൽ. ഇനിയിപ്പോൾ ഒന്ന് വേർത്തിട്ടുണ്ട്, അധികമാവും. അപ്പം ഞാനൊരു ടിഷ്യൂ ഒക്കെ ആയിട്ടാണ് പോവുക എപ്പോഴും. ഇങ്ങനെ വേർക്കണതിനനുസരിച്ച് അവിടെ ഒന്ന് ഒപ്പി കൊടുത്താൽ അത്രയും ഓയിൽനെസ് കുറഞ്ഞു കിട്ടും നമുക്ക്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കോമ്പാക്റ്റ് അതേപോലെ തന്നെ കഴുത്തിലും കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അത്രേ ചെയ്തിട്ടുള്ളൂ. അപ്പം കോമ്പാക്റ്റ് ഫുള്ളായിട്ട് ഫേസിൽ കവർ ചെയ്തിട്ടുണ്ട്. കോമ്പാക്റ്റ് ഇട്ടപ്പോൾ തന്നെ ഒരു നമ്മുടെ എന്താ ഫേസിലുള്ള ഓയിൽനെസ് ഒക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇനി ഞാൻ അടുത്ത ചെയ്യുന്നത് ഒരു ലിപ് ബാം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നുപോയി. അപ്പം ഞാനൊരു ലിപ് ബാം ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ മിറർ ഇപ്പുറത്താണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ക്യാമറയിൽ നോക്കാത്തത്. ഇതൊരു ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്. ഈ ഒരു ഷെയ്ഡ് ഓവറായിട്ട് അങ്ങനെ ഇട്ടിട്ടുണ്ടെന്ന് അറിയില്ല, ലൈറ്റായിട്ട് ഇടുകയാണെങ്കിൽ തീരെ അറിയില്ല. ഇത് ഇട്ടെന്ന് അറിയണമെങ്കിൽ കുറച്ച് കട്ടിക്കിടണം. അപ്പം ഞാൻ ഹൈലൈറ്റിലൊരു ഷോപ്പ് പോയപ്പോൾ ഷോപ്പേഴ്സ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്. അവിടെ ചെന്നപ്പോൾ അവർ തന്നെ എനിക്ക് സെലക്ട് ചെയ്തതെന്നാണ്. ഞാൻ ആദ്യം കുറേ ഷെയ്ഡ് ഇട്ട് നോക്കി. ഞാൻ ആദ്യം വേറൊരു ഷെയ്ഡ് പ്രതീക്ഷിച്ചിട്ടാണ് പോയത്. അപ്പം അത് അവിടെ നിന്ന് ഇട്ടപ്പോൾ എനിക്ക് അത്ര സൂട്ടായി തോന്നില്ല. അപ്പം ഈ ഒരു ഷെയ്ഡ് അവർ തന്നെ എടുത്തു തന്നത്, എൻ്റെ ഒരു ഫേസിലേക്ക് ഈ ഒരു ഷെയ്ഡായിരിക്കും നല്ലതെന്ന് പറഞ്ഞിട്ട്. അപ്പം ആദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, പിന്നെ ഇതൊന്ന് എടുത്ത് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ സൂട്ടായി കേട്ടോ. അപ്പം ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ബ്ലൗസും സാരി കൊടുത്തിട്ട് വരാം. അപ്പം ടോട്ടൽ ഔട്ട്ലുക്ക് കാണിച്ചു തരാം. അതിന് മുമ്പ് ഹെയർ ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്, അതും കൂടെ ഉള്ളൂ ചെയ്യുന്നത്. ഹെയർ സെറ്റ് ചെയ്യാൻ പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണില്ല, ജസ്റ്റ് ഒന്ന് ആദ്യം നമുക്കൊന്ന് ഹെയർ അയച്ചിട്ടിട്ട് നോക്കാം ഏതാണ് രസം ഉണ്ടാവുക എന്നുള്ളത് നോക്കാം. ഞാൻ ഇനി ഒരു ഹെയർ സ്റ്റൈലും കൂടെ കാണിച്ചു തരാം. പോണിറ്റെയിലും കൂടെ ഒന്ന് കിട്ടുന്നുണ്ട്. എൻ്റെ ഫേവറേറ്റ് ഹെയർ സ്റ്റൈലാണത്, പോണിറ്റെയിൽ കിട്ടുക എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഞാനിപ്പോൾ അടുത്താണ് ഹെയർ കട്ട് ചെയ്ത് കളറൊക്കെ ചെയ്തത്. ഇപ്പോൾ ഹെയർ നന്നായിട്ട് ഷോർട്ടായിട്ടുണ്ട്. പോണിറ്റെയിൽ കിട്ടുമ്പോൾ നല്ല രസം ഉണ്ടാവും. ഇപ്പം നെറ്റിയൊക്കെ കൂടുതലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എൻ്റെ പോലെ കയറിയ നെറ്റി ഉണ്ടാവില്ലേ, എനിക്കൊക്കെ നന്നായിട്ട് നെറ്റി കയറിയിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ നെറ്റി ഉള്ളവർ എന്ത് ചെയ്യാന്ന് വെച്ചാൽ പോണിറ്റെയിൽ കെട്ടിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ കുറച്ചൊന്ന് പൊക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ചതഞ്ഞിരിക്കുക. അപ്പോൾ നെറ്റി കയറിയത് കുറച്ചും കൂടെ അറിയാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ ഇവിടെ കുറച്ചത് ലൂസാക്കി കൊടുക്കും കേട്ടോ, ഇങ്ങനെ വലിച്ചിട്ട്. അത് ചിലരെ മുടിയിലേ വർക്ക് ചെയ്യുള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഓവറായിട്ട് എണ്ണയൊക്കെ തേച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഇങ്ങോട്ട് പോരും കേട്ടോ. ഞാനിത് ഷാമ്പൂ ഒക്കെ ചെയ്ത് കുറച്ചൊന്ന് ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മുടി ഇങ്ങനെ വലിക്കുമ്പോൾ ഇങ്ങനെ വരലുണ്ട്. ഇവിടെ അറ്റത്തൊക്കെ ഒന്ന് ചീകി കൊടുക്കുന്നുണ്ട്. പിന്നെ ഓറ് നെറ്റി കയറിയത് ഇപ്പം ഇങ്ങനെ നിൽക്കുമ്പോൾ നന്നായിട്ട് അറിയാം കേട്ടോ, നെറ്റി കയറി നന്നായിട്ട് അറിയും. അപ്പം ഞാൻ കുറച്ച് നമുക്കിവിടെ കുഞ്ഞ് ഹെയർ ഉണ്ടാവുമല്ലോ, ബേബി ഹെയർ ഉണ്ടാവില്ലേ, അപ്പം അത് ജസ്റ്റ് ഇങ്ങനെ ചീപ്പ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്. കുറച്ചൊന്ന് മുമ്പിലേക്ക് വലിച്ചില്ല. അതേപോലെ ഈ ഭാഗത്തുനിന്ന് കുറച്ച് മുടി ഇങ്ങനെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പം പോണിറ്റെയിൽ കെട്ടിയിട്ടുള്ള ഹെയർ സ്റ്റൈൽ ഇതാണ്. അപ്പം ഇനി ഞാൻ സാരിയൊക്കെ കൊടുത്തിട്ട് സെറ്റായിട്ട് വരാം. അപ്പോൾ ഫുൾ ഔട്ട്ലുക്ക് കാണിച്ചു തരാം കേട്ടോ.
അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ഞാൻ ഷീമാട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. അതൊരു സാരിയല്ല, അത് ഞാനിങ്ങനെ മെറ്റീരിയൽ മുറിച്ച് വാങ്ങിയിട്ടുള്ളതാണ്. ഒരു ഗോൾഡൻ ഷെയ്ഡ് വരുന്നത്. അപ്പോൾ കോഴിക്കോട് പുതിയൊരു ഷീമാട്ടിൻ്റെ ഷോറൂം തുറന്നിട്ടുണ്ട്, നമ്മുടെ ഹൈലൈറ്റ് മോളിൻ്റെ അടുത്തായിട്ട് വരും. അപ്പോൾ അവിടെ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. ഒരു 7 മീറ്റർ എങ്ങാണ്ട് ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്ന മെറ്റീരിയൽ. ഇങ്ങനെ മുറിച്ച് വാങ്ങിയതാണ്. എന്നിട്ട് അതിൻ്റെ ആ ഒരു അറ്റത്തേക്ക് നമ്മൾ മുന്താണി എന്നൊക്കെ പറയും, ആ ഒരു ഭാഗത്ത് ഇതേപോലെ ഇങ്ങനെ ഒരു പീസ് വെച്ച് അടിച്ചിട്ടുള്ളതാണ്. പിന്നെ ബ്ലൗസ് ഞാൻ ഇതേപോലെ ബൗൾസൊക്കെ ബാക്കിൽ ബൗൾസൊക്കെ വരുന്ന രീതിക്ക് ഈ ഒരു മോഡലാണ് ബ്ലൗസ് അടുപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ തുടർന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ എൻ്റെ ചാനലിൽ ഞാൻ ചെയ്യുന്ന കണ്ടന്റിൽ ഇനി എങ്ങനത്തെ കണ്ടന്റാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. അപ്പം ടാറ്റാ.